എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ കേളോത്ത് ഒരു പെട്രോൾ പമ്പിലാണ് ഉള്ളത്. പെട്രോൾ പമ്പിൽ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനല്ല, മറിച്ച് ഈ പെട്രോൾ പമ്പിലെ ഓഫീസിലെ ഒരു ജീവനക്കാരി, നമ്മൾക്കൊക്കെ ഏറെ സുപരിചിതയായ നദിയ നാരായണൻ എന്ന് പറയുന്ന കഥാപ്രസംഗ കലയിൽ വേറിട്ട വഴിയിലൂടെ ശ്രദ്ധേയമായ കലാകാരി ജോലി ചെയ്യുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം വന്നിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നദിയ ഒരു അധികം പ്രായമില്ലാത്ത ഈ മേഖലയിലെ ഒരു ഇളം തലമുറക്കാരിയാണ്. അതോടൊപ്പം തന്നെ ഈ കല വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നദിയുമായി നമുക്ക് സംസാരിക്കാം. ഹലോ, നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? നദിയയുമായുടെ കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച ഒരു കലാകാരി എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുക്കുന്ന കഥകൾ, അവതരണ ശൈലി കൊണ്ട് വ്യത്യസ്തത പുലർത്തുന്ന ഒരാളെന്നുള്ള രീതിയിൽ വളരെ ശ്രദ്ധേയമാണ് നദിയ. ആ അഭിപ്രായം ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് പച്ചവെളിച്ചം. അങ്ങനെ പല മാധ്യമങ്ങളിലൊക്കെ നിരന്തരമായിട്ട് വാർത്ത വരുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് നദിയെക്കുറിച്ച് ഈ കഥാപ്രസംഗം എന്ന് പറയുന്ന കലയോട് വലിയ താല്പര്യമുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് നദിയൊക്കെ എന്താണ് കഥാപ്രസംഗ കലയുമായി അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എന്ന് തേടുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് നദിക്ക് പറയാനുള്ളത്? ഞാന് കഥാപ്രസംഗം എന്ന് പറയുന്ന കല ഞാന് അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടൊന്നുമല്ല ഞാൻ വന്നത്. ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുക, മത്സരവേദികളിൽ അവതരിപ്പിച്ച് സമ്മാനം വാങ്ങിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ കോളേജിൽ അങ്ങനെ സമ്മാനം വാങ്ങിക്കുക എന്നുള്ള ഒരു ഇതിൽ മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ പിന്നെ ആ സമയത്ത് നമ്മുടെ പയ്യന്നൂർ തെരു കസ്തൂർബ വായനശാലയിൽ ഒരു കഥാപ്രസംഗ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ആ ക്യാമ്പിൽ പോയത് ആണൊരു പ്രൊഫഷണലി കഥാപ്രസംഗ രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് എനിക്കൊരു വഴിത്തിരിവായതെന്ന് പറയാം. ആ കഥാപ്രസംഗ ക്യാമ്പിനകത്ത് അന്നത്തെ ഏറ്റവും വലിയ കാഥികന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ വലപ്പാട് ശ്രീധരൻ അവിടെ വരികയും അന്ന് ആ ക്യാമ്പിനകത്ത് കഥ പറയാൻ എനിക്കാണ് അവസരം ലഭിച്ചിട്ടുണ്ടായത്. ക്യാമ്പിന്റെ പരിസമാപ്തിയിൽ കഥ പറയാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചത് എനിക്കാണ്. അപ്പം ഞാനന്ന് വയലാറിന്റെ ഖണ്ഡകാവ്യം ആയിഷ എന്നുള്ള കഥയാണ് പറഞ്ഞത്. അപ്പൊ അത് കേട്ടിട്ട് അവര് ആ സമയത്ത് ആ മാഷ് കരുളൂർ സമരത്തിന്റെ കഥ രണഭൂമി എന്നുള്ള പേരിൽ ഒരുപാട് പ്രയത്നത്തിന്റെ ഫലമായിട്ട് എഴുതിയൊരു സ്ക്രിപ്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ആ സമയത്ത് ഞാൻ ചെറിയ പ്രായമായതുകൊണ്ട് എനിക്ക് ആവില്ല എന്ന് പറയുക ചെയ്തത്. അതിനുശേഷം ആ കഥയിലേക്ക് ഞാൻ കടക്കുകയും അത് രണഭൂമി എന്ന് പറയുന്ന പേരിൽ അവതരിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് പ്രൊഫഷണലി ഞാൻ കഥാപ്രസംഗ രംഗത്തേക്ക് കടന്നു വന്നത്, പ്രൊഫഷണായിട്ട് സ്വീകരിച്ചത്. ഇപ്പം ഞാൻ ഒരു 22 വർഷത്തിലധികമായിട്ട് കഥാപ്രസംഗം പ്രൊഫഷണായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് വരെ ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഈ മാസം ഇന്ന് ഫെബ്രുവരി 1 ഫെബ്രുവരി 16 ഓൾറെഡി ബുക്കാണ്. ശിവരാത്രിക്കായാലും ഓൾറെഡി പരിപാടി ബുക്കാണ്. അപ്പം നിലവിൽ ഞാൻ ഒരു 22 വർഷത്തിലധികമായിട്ട് കഥാപ്രസംഗം പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഈ കഥാപ്രസംഗ കല ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിലെ നാടകത്തെ പോലെ നമ്മുടെ സമൂഹത്തിൽ പിന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു നവോത്ഥാനത്തിന്റെ ഒരു കല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കഥാപ്രസംഗ കലയെ പറയാം. അതുല്യരായ കാഥികന്മാര്, സാംബശിവനെ പോലുള്ള അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉഴുതുമറിച്ച വലിയ ശക്തമായ ഒരു കലാപാരമ്പര്യമുള്ള ഒരു കലയാണ് കഥാപ്രസംഗം. ആ കല ഇന്ന് അതിന്റെ പിന്നെ പ്രൗഢിയൊക്കെ നശിച്ച് പിന്നെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എന്താ പറഞ്ഞു, സ്കൂളിലേക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ വന്ന ആൾക്കാർ അത് കഴിഞ്ഞതോടുകൂടി ഇതിൽ നിന്ന് വെളിമാറി പോകുന്നത്. അതിൽ നിന്ന് വെളിമാറി പോകാതെയാണ് നദിയ അതിൽ തുടർന്നത്. എന്താണ് കഥാപ്രസംഗത്തെ പഴയ പോലെ നമ്മൾ സ്വീകരിക്കാത്തതിന്റെ കാരണം? കഥാപ്രസംഗ കലക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പൊ സാർ പറഞ്ഞത് മാതിരി ഒരു കാലത്ത് നമ്മുടെ കേരളക്കരയെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കലയാണ് കഥാപ്രസംഗം എന്ന് പറയുന്നത്. പിന്നീട് കാലം ഒരുപാട് മാറിയപ്പോൾ അക്കാലത്ത് സാംബശിവൻ, കിടാമംഗലം അവരൊക്കെ തന്നെ ഒരുപാട് തകർത്ത് നിറഞ്ഞാടിയ വേദികളുണ്ടായിരുന്നു നമ്മുടെ കേരളക്കരയിൽ. ഞാനൊരു വായിച്ചും കേട്ടു പറഞ്ഞ അറിവാണ്. കാരണം ഞാനൊക്കെ ഇപ്പം വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് കേരളക്കരയെ തന്നെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്ന ഒരു കലയായിരുന്നു കഥാപ്രസംഗം എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ കാലം ഒരുപാട് മാറിയപ്പോൾ നവമാധ്യമങ്ങളൊക്കെ തന്നെ അരങ്ങതകൾ താടിയപ്പോൾ കഥാപ്രസംഗ കലയ്ക്ക് കുറച്ചൊരു ക്ഷീണം തട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ കലാ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടായിരിക്കുമല്ലോ ഞാനെല്ലാം ഈ ഒരു കലയിലേക്ക് നിന്നത്. പക്ഷെ എന്നിരുന്നാലും കുട്ടികൾക്ക്
കഥാപ്രസംഗ കല എന്ന് പറയുന്നത് മറ്റുള്ള കലകളെ പോലെയല്ല. നമുക്കിപ്പോൾ ഒരു പാട്ടോ ഡാൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് പഠിച്ചെടുത്തിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ച് അവതരിപ്പിച്ചിറങ്ങാൻ വേണ്ടി പറ്റും. പക്ഷെ കഥാപ്രസംഗ കല എന്ന് പറയുന്നത് എല്ലാ കലകളുടെയും ഒരു സമന്വയ രൂപമാണ്. അത് കഥയാവട്ടെ, സാഹിത്യമാവട്ടെ, സംഗീതമാവട്ടെ, എല്ലാ കലകളും സമന്വയിക്കുന്ന ഒരു കലാരൂപമാണ് കഥാപ്രസംഗം എന്ന് പറയുന്നത്. അത് ഏറ്റവും തികഞ്ഞ ഒരു കലാകാരന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അതായത് പാട്ടും അതിനനുസരിച്ച് അത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവും എല്ലാം കൂടി സമന്വയിക്കുന്ന ഒരു കലാരൂപമായതുകൊണ്ട് ഏറ്റവും തികഞ്ഞ ഒരു കലാകാരന് മാത്രമേ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ആ കലയ്ക്കുണ്ട്. ഒരു പാട്ട് പാടുന്ന ഒരു കുട്ടിക്ക് കഥാപ്രസംഗം അവതരിപ്പിക്കണം എന്ന് താല്പര്യം ഉണ്ടായതിനെ കൊണ്ടാവില്ല. അത് പ്രസന്റ് ചെയ്യണം, ഉറപ്പൊഴിഞ്ഞ് പഠിക്കണം, ആ സ്ക്രിപ്റ്റുമായിട്ട് വായിച്ചിട്ടുള്ള പരിചയം വേണം. നമുക്ക് ആ ഏതൊരു കഥയാണോ നമ്മൾ ചെയ്യുന്നത് ആ കഥയെ കുറിച്ചിട്ട് നല്ല ഡീപ്പായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടാവണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കഥാപ്രസംഗം വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ അതെന്ന് അന്യം നിന്ന് പോകുന്ന കല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതൊരു ഓഡിയൻസിന്റെ മുന്നിൽ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. പക്ഷെ ഈ കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ ഒരു ഗ്രേസ് മാർക്ക് കിട്ടുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുന്നത് കൊണ്ട് ഒരു 15 മിനിറ്റ് സ്ക്രിപ്റ്റ് സ്കൂളിൽ അവതരിപ്പിച്ച് അതൊന്ന് തട്ടിമുട്ടി അവതരിപ്പിച്ച് ചെയ്യാന്നുള്ള ആ ഒരു ഇതിൽ മാത്രമാണ് കുട്ടികൾ ഇപ്പൊ പോകുന്നത്. ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുത്തു കഴിഞ്ഞാല് നമുക്ക് ഈ കഥ വീണ്ടും ഈ ഒരു കലാരൂപത്തിന് പഴയ കാലത്തിലേക്കുള്ള ഏറ്റവും നല്ല പ്രൗഢിയുള്ള ഒരു കലയായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് പിന്നെ കുടുംബം എങ്ങനെ, എവിടെയാണ് താമസം? എവിടെയാ? ഞാന് ആലപ്പടമ്പിലാണ്, ആലപ്പടമ്പിലാണ് എന്റെ വീട്. ഹസ്ബൻഡിന്റെ വീട് അടാട്ടാണ്. കല്യാണം കഴിച്ചു കൊണ്ടുപോയിരിക്കുന്നത് അടാട്ടാണ്. അപ്പൊ ഞാന് എന്താ പറയാ, ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയതാണല്ലോ കഥാപ്രസംഗം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അച്ഛൻ നാടക പ്രവർത്തകനാണ്, എൻ്റെ അമ്മ വീട്ടിൽ ഹൗസ് വൈഫാണ്, പിന്നെ എൻ്റെ ചേച്ചി നാടക പ്രവർത്തകയാണ്. ഒരുപാട് സോളോ ഡ്രാമയിൽ ഒരുപാട് അവാർഡ് മേടിച്ചിട്ടുള്ള നല്ലൊരു ഗായിക കൂടിയാണ്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെപ്പുറപ്പും കല്യാണത്തിന് മുൻപ് എങ്ങനെയാണോ എന്നെ ചേർത്ത് പിടിച്ച് നടന്നിരുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരും എന്നെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. അതുകൊണ്ടായിരിക്കും ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവുക. കാരണം വെച്ചാല് നമ്മൾ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ് നമ്മൾ ആ ഒരു കല നിന്നിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നീട് ആ ഒരു കലയിലേക്ക് വരില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, എനിക്കിപ്പോ ഈ ഫെബ്രുവരി 16 വരെ ഓൾറെഡി പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ട്, ചെയ്യാനിരിക്കുന്നതാണ്. ഇപ്പൊ ഫെബ്രുവരി 6 ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ പറഞ്ഞ മാതിരി 16 കൂടി ചെയ്യാൻ പോകുന്നു. ഒരു മാസത്തിൽ ഞാൻ അത്യാവശ്യം ഒരു 3 പരിപാടിയെങ്കിലും ഞാൻ ഓൾറെഡി ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിപ്പം ഈ കഥ അന്യം നിന്ന് പോകുന്നു അല്ലെങ്കിൽ ഈ കലാരൂപം അന്യം നിന്ന് പോകുന്നു എന്നിരുന്നു അതിനോട് എനിക്കൊരു അത്ര വലിയ യോജിപ്പൊന്നുമില്ല. കാരണം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ നദിയ എന്നുള്ള ഒരു കലാകാരിനെ ഏറ്റവും കൂടുതൽ ഇപ്പം ചേർത്ത് പിടിച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടായിരിക്കുമല്ലോ എനിക്ക് ഇങ്ങനെ പരിപാടി കിട്ടുന്നതും. അല്ല, ഈ പിന്നെ നമ്മുടെ രാഷ്ട്രീയ കഥാപ്രസംഗം, അതുപോലെ തന്നെ പിന്നെ ആത്മീയ കഥാപ്രസംഗം, അങ്ങനെയുള്ള ഒരുപാട് തരംതിരിവുകൾ ഉണ്ടല്ലോ. അതിൽ ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? അങ്ങനെ പ്രത്യേക കോൺസെൻട്രേറ്റ് അങ്ങനെയല്ല. അത് ഞാനൊരു രാഷ്ട്രീയം എന്നുള്ളത് പറയുന്നൊന്നുമല്ല, രാഷ്ട്രീയക്കാരിയാണെന്നുള്ളത് പറയുന്നതൊന്നും. രാഷ്ട്രീയ മോശമൊന്നുമല്ല. ഓൾറെഡി ഞാൻ ബാലസംഘത്തിലെ കൂടിയാണ് കലാരംഗത്തേക്ക് കടന്നു വന്ന ഒരു കലാകാരിയാണ്. തികച്ചും അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നതാണ്. ഞാൻ ബാലസംഘം എന്ന് പറയുന്ന നമ്മുടെ വേനൽത്തുമ്പി കലാട്രൂപ്പിലെ കൂടി കലാരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു കലാകാരിയാണ് ഞാനൊരു SFI കാരിയായിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു DYFI കാരിയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ രണഭൂമി കരിവള്ളൂരിന്റെ സമരകഥ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ല. ആ ഒറ്റ കഥ മാത്രം ഞാനൊരു 400-ലധികം വേദികളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഒറ്റൊരു കഥ മാത്രം. ഞാനിപ്പോ പൊളിറ്റിക്കൽ വേദിയിൽ പൊളിറ്റിക്കൽ കഥ പറയുന്നുണ്ട്, അതുപോലെ തന്നെ സാമൂഹിക കഥ പറയുന്നുണ്ട്. ഇപ്പൊ വായനശാലകളിലൊന്നും ഇപ്പൊ നമുക്ക് തെയ്യത്തിന്റെ കഥ അല്ല, ഈ പൊളിറ്റിക്കൽ ഇപ്പൊ നമുക്കിപ്പോ തെയ്യത്തിന്റെ ഒരു വേദിയിൽ പോയിട്ട് നമുക്ക് പൊളിറ്റിക്കൽ പറയാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പം അത് എങ്ങനെയാണോ ആ സ്റ്റേജിന്റെ ഇത് അനുസരിച്ചിട്ട് ഞാൻ ആ രീതിയിലുള്ള കഥ ചെയ്തത്. ഇപ്പൊ തെയ്യത്തിന്റെ സ്റ്റേജിൽ പോകുകയാണെങ്കിൽ പുരാണ കഥകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തെയ്യത്തിന്റെ കഥകളോ പറയും. അതുപോലെ തന്നെ രാഷ്ട്രീയ വേദികളിൽ കയ്യൂരിന്റെയോ കരിവള്ളൂരിന്റെയോ കഥ പറയും. അത് ഓരോരോ സ്റ്റേജിനനുസരിച്ചിരിക്കും. ഇപ്പം പറയുന്ന പിന്നെ പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഞാൻ മേലേരി ചെയ്യുന്നുണ്ട്, അത് തുളുനാട്ടിലെ ഒരു പൊട്ടൻ ദൈവത്തിന്റെ ചായവുള്ള ഒരു കഥയാണ്. അതുപോലെ തന്നെ നാറാണത്ത് പ്രാന്തൻ ചെയ്യുന്നുണ്ട്, രണഭൂമി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കടാങ്കോട്ട് മാസം ചെയ്യുന്നുണ്ട്. അത് ഓരോരോ ഞാൻ ഒരുപാട് കഥ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലെ? നമുക്ക് സ്റ്റേജ് എങ്ങനെ ഇരിക്കും
അതുപോലെ അതെ നമ്മളോട് ബുക്ക് ചെയ്യുന്ന ആൾക്കാരെ കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും. ഒരു തെയ്യത്തിന്റെ സ്റ്റേജിലേക്കാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ ചിലപ്പോ തെയ്യത്തിന്റെ കഥയായിരിക്കും ചെയ്യുക, അല്ലെ പുരാണ കഥയായിരിക്കും ചെയ്യേണ്ടി വരിക. ഒരു വായനശാല വിളിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ഈ കഥാപ്രസംഗം എന്ന് പറയുന്നത് പല കലകളുടെ പിന്നെ സമ്മേളനമാണ്, സമന്വയമാണ്. അതില് പിന്നെ നദിയ നാരായണന് പിന്നെ ഏതിലാണ് നല്ല കൈയടക്കം ഈ കഥാപ്രസംഗത്തില് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയല്? അല്ല, കഥാപ്രസംഗത്തിന് പറഞ്ഞാൽ സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്, അല്ലെ, പ്രസന്റേഷൻ ഉണ്ട്, അങ്ങനെ ഉണ്ടല്ല. അതിൽ ഏതിലാണ് നല്ല കൈയടക്കം? കാതിക എന്ന് പറയുന്നത്, കാതിക എന്ന് നമ്മൾ എടുത്ത് പറയുമ്പോൾ നമ്മൾ പ്രസന്റേഷൻ ആണ് ഏറ്റവും കൂടുതൽ. നമ്മൾ കഥ പറയുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു ഇത്. പക്ഷെ അതിനോടൊപ്പം പാട്ടുപാടാനുള്ള കഴിവ് വേണം. അപ്പൊ അതുപോലെ തന്നെ സാഹിത്യവും സംഗീതവുമായിട്ടുള്ള യോജിപ്പ് വേണം. അതൊക്കെ നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ കഥ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പാട്ടിൽ നമ്മൾ ചെറിയൊരു മൈനസ് മാർക്കാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ആ പാട്ടിന്റെ സ്ഥലം വരുന്ന സമയത്ത് നമ്മൾ താഴേക്ക് വരും. അപ്പം അത് കേൾവിക്കാരിൽ ചെറിയൊരു വിഷമം ഉണ്ടാവും. അപ്പൊ നമുക്ക് പാട്ടും കഥയും സംഗീതവും സാഹിത്യവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരാളാണെങ്കിൽ ഒരു കാതികയും ഒരു കാതികനും താഴേക്കടിയില്ല, ഏറ്റവും നല്ല ഉയരത്തിലേക്ക്. അല്ല, സാംബശിവനും അതുപോലുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് ശേഷം ഇപ്പോഴുള്ള കാതികന്മാരെ കുറിച്ച് പിന്നെ അങ്ങനെ സാംബശിവൻ അറിയുന്നത് പോലെ അറിയപ്പെടുന്നില്ല ഇന്നത്തെ കാതികന്മാർ. നല്ല കാതികന്മാരൊക്കെ ഉണ്ടല്ലോ, അത് വേദി കിട്ടാത്തത് കൊണ്ടാണോ, അതിന്റെ അത്രത്തോളം ശേഷിയോ കഴിവോ, അത് കഥ പറയാനുള്ള പിന്നെ മാസ്മരികമായ വ്യക്തിത്വമോ കഴിവോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ കാതികന്മാര് ആ ഒരു ശ്രേണിയിലേക്ക് വരാത്തത്? എന്താണ് അഭിപ്രായം? അതോടൊപ്പം തന്നെ നാദിയ ഒരു മാർക്ക് ഇടുന്നുണ്ടെങ്കിൽ മറ്റുള്ള തങ്ങളുടെ മുൻഗാമികള് സമകാലികര് അവരുമായിട്ടൊരു മാർക്ക് ഇടുന്നുണ്ടെങ്കിൽ നാദിയൊക്കെ കഥാപ്രസംഗ കലയിൽ എത്ര മാർക്ക്? എനിക്കുള്ള മാർക്കോ? അല്ല, ഞാൻ മറ്റുള്ളവർക്ക് ഇടുന്ന മാർക്ക്. അല്ലല്ല, സ്വന്തം മാർക്ക്. സ്വന്തം മാർക്ക് എനിക്ക് ഏറ്റവും തികഞ്ഞ ഒരു ഇതിൽ എനിക്ക് 100% എനിക്ക് കൊടുക്കാൻ പറ്റും. ഞാനെന്നുള്ള കലാകാരിക്ക് അങ്ങനെയല്ല, കഥാപ്രസംഗത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്, അതിലൊന്നും ഞാൻ ഈ പറഞ്ഞ മാതിരി 100% കൊടുക്കും ഞാൻ പറയില്ല. പക്ഷെ കഥാപ്രസംഗം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ 100% നീതി പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് എന്റെ പാഷനാണ്. എന്റെ പാഷൻ തന്നെയാണ്. ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, നമ്മുടെ പിന്നെ നമ്മുടെ കഥാപ്രസംഗ കലയിലെ കുലപതിയായിട്ടുള്ള സാംബശിവനെ പോലുള്ള അവരുടെ ഒരു ശ്രേണിയിലേക്ക് ഇപ്പോഴുള്ള അവർക്ക് അത്രത്തോളം വരാത്തത് ആണോ, അല്ല നമുക്ക് അത് അറിയാത്തത് കൊണ്ടാണോ, എന്താണ്? വേദി കിട്ടാത്തതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വേദി കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ള കാതികളും കടന്നു വരാത്തത് എന്നുള്ളതിൽ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്ന് വെച്ചാൽ അതിനേറ്റവും വലിയ അപവാദം ഞാനാണ്. കാരണം എനിക്ക് വേദി കിട്ടുന്നുണ്ട്, ഞാനിപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. ഞാനിപ്പോ മാസ്റ്ററോട് നേരത്തെ പറഞ്ഞു, എനിക്ക് ഫെബ്രുവരി ഇപ്പൊ ഞാൻ 6-ാം തീയതി ചെയ്യാൻ പോകുന്നു, 16-ാം തീയതി ഞാൻ ഓൾറെഡി ബുക്ക്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഈ ഫെബ്രുവരി മാസത്തിന്റെ പകുതി വരെയുള്ള 2 സ്റ്റേജ് എനിക്ക് അയക്കുന്നു. അപ്പൊ എന്താ പറയാ, അതിനിടയിൽ ശിവരാത്രി ഞാൻ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് അപ്പം വേദി കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ആ വേദി നമ്മളൊരു കാതിക എന്നുള്ള സംബന്ധം നമുക്കത് ഈ പറഞ്ഞ മാതിരി നമുക്കത് നമ്മൾ എന്നുള്ളൊരു വ്യക്തിനെ അത് പറഞ്ഞ് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് വേണം. അല്ലാണ്ട് നമ്മളിങ്ങനെ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പൈസ വാങ്ങി നമ്മളിങ്ങനെ പോയി ഓഡിയൻസിന്റെ മുമ്പിൽ എന്താ പറയാ ഈ പറഞ്ഞ മാതിരി പാട്ടും ഒന്നും അറിയാണ്ട് നമ്മളിങ്ങനെ പോയി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജ് കിട്ടില്ല. നമുക്ക് അതിനൊരു കഴിവ് നമുക്ക് വേണം. കഴിവ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ നമ്മളെ കഴിവ് എന്നുള്ളത്. അപ്പം പക്ഷെ ഈ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കഥാപ്രസംഗ ലോകത്തെ ചക്രവർത്തി സാംബശിവനുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റിയ ഒരു കാതികനോ കാതികോ ഇന്ന് കേരളക്കരയിൽ ഉയർന്നു വന്നിട്ടുള്ള എന്നുള്ളത് വാസ്തവമായിട്ട് തീർച്ചയായിട്ടും അതൊരു സത്യസന്ധമായ കാര്യമാണ്. ഒരിക്കലും വന്നിട്ടില്ല. സാംബശിവൻ എന്ന് പറയുന്നത് കഥാപ്രസംഗ ലോകത്തെ ചക്രവർത്തി തന്നെയാണ്, അതിലൊരു മാറ്റമില്ല, ഒരു സംശയമില്ല. അവര് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, തികഞ്ഞ ഒരു കലാകാരന് മാത്രം, എല്ലാ കലകളുടെയും സമന്വയ രൂപമാണ് കഥാപ്രസംഗം എന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും തികഞ്ഞ ഒരു കലാകാരന് മാത്രമേ അത് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതിന് ഏറ്റവും എന്താ പറയാ യോജിച്ച ഒരു കലാകാരനാണ് പ്രൊഫസർ സാംബശിവൻ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം നല്ലൊരു എന്താ പറയാ കവിയാണ്, ഗാനരചയിതാവാണ്, പാട്ടുകാരനാണ്. അദ്ദേഹം തന്നെ കഥകൾ എഴുതി ഞാൻ വായിച്ചു കേട്ടതാണ്. കാരണം ഞാൻ ഇപ്പോഴത്തെ തലമുറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം തന്നെ എഴുതി ഉണ്ടാക്കിയ കഥകൾക്ക് അദ്ദേഹം തന്നെ സംഗീതം കൊടുത്ത് അദ്ദേഹം തന്നെയാണ് കഥ പറയുന്നത്. അത് ഏറ്റവും തികഞ്ഞ ഒരു കലാകാരന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാംബശിവന് പകരം വെക്കാൻ വേണ്ടിയിട്ട് കേരളക്കരയിൽ ഇന്ന് ഒരാൾ ഉയർന്നു വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നിരുന്നാലും ഒരുപാട്
പ്രൊഫഷനായി കൊണ്ടു നടക്കുന്ന ഒരുപാട് നമ്മുടെ ഇങ്ങോട്ടേക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ പാലക്കാടൊക്കെ മത്സരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടേക്ക് ഒരുപാട് ആൾക്കാർ കഥാപ്രസംഗം കൊണ്ട് സ്റ്റേറ്റ് മത്സരങ്ങളിലൊക്കെ വിധികർത്താവായിട്ടും അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ ഇങ്ങോട്ടുള്ളതിനേക്കാളും എത്രയോ കൂടുതൽ അങ്ങോട്ട് കാണുന്നുണ്ട്. ഇങ്ങോട്ടുള്ളവർ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി മത്സരവേദികളിലേക്ക് ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രമേ കാണൂ. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ വേറെ ചോദിക്കുന്ന വെച്ചാല് ഇപ്പൊ കഥാപ്രസംഗത്തിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബിനെയാണ്, കുട്ടികളുണ്ടാവല്ലോ, ഉണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലും ചെയ്യുന്നു. ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമല്ലേ വിചാരിച്ചാല്? പറ്റും. അത് നമ്മളാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഞാന് എന്നോട് പല ആൾക്കാരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ ചെറിയ മോൾ വരെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മോളും ചോദിക്കാറുണ്ട്, അമ്മ എങ്ങനെ ഇതെല്ലാം ഒപ്പിക്കുന്നു ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും എന്താ പറയാ, അങ്ങനെയുള്ള കോൺഫിഡന്റ്, ഞാൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങളിൽ എത്ര റിസ്ക് എടുത്താലും ഞാനത് നല്ല വിജയത്തിലേക്ക് എത്തിക്കാം. ഇവിടെ കുറെ വർഷമായോ? ഞാനിവിടെ കുറെ വർഷമായി. ഞാനിവിടെ ഒരു 15 വർഷമായി. 15 വർഷമായിട്ട് ഞാനിവിടെ മാനേജർ പോസ്റ്റ് വർക്ക് ചെയ്യുന്നു. പിന്നെ ഡ്യൂട്ടി ഒരു ഭാഗത്ത് പോകുന്നുണ്ട്, ഞാനിപ്പോ എല്ലാ ഞായറാഴ്ചയും മോഹിനിയാട്ടം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞായറാഴ്ച അതും സജീവമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വായനശാല ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഇവൾ എന്ന് പറയുന്ന ഒരു സംഗീത ശില്പത്തിൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പൊതുവെ വെറുതെ ഹാപ്പിയാണ്, ലൈഫ് ഹാപ്പിയാണ് അല്ല? നമ്മൾ ഈ കാലഘട്ടത്തിലുണ്ടല്ല എപ്പോഴും പറഞ്ഞു സപ്പോർട്ട് ചെയ്യാൻ കുടുംബമുണ്ട്. എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ അച്ഛനും അമ്മയും എന്റെ കൂടപ്പുറപ്പും എത്രത്തോളം എന്നെ ചേർത്ത് പിടിച്ചിട്ട് നടന്നിരുന്നു, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവും വീട്ടുകാരും. ഇപ്പോ അതിന്റെ ഏറ്റവും വലിയ കാര്യമല്ലേ, ഭർത്താവിന്റെ പൂർണ്ണ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും കല്യാണം കഴിഞ്ഞതിന് ശേഷം എവിടെ എത്തില്ല. ഇതൊക്കെ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ചില ഡാറ്റകളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നദിയെ ഒന്ന് പിന്തുടരണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മള് വലിയ പരിചയമൊന്നുമില്ല, ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടതേ ഉള്ളൂ, അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഥാപ്രസംഗം. സാംബശിവന്റെ ഒരുപാട് കഥാപ്രസംഗമൊക്കെ കേട്ട ഒരാളാണ് ഞാൻ. ഇപ്പോഴും കഥാപ്രസംഗ ക്യാമ്പ് പിന്നെ ഇവിടെയൊക്കെ നടത്തുന്ന സമയത്തൊക്കെ അതിന്റെ ഭാഗമായിട്ട് നിന്ന ഒരാളാണ്. ഈ കല അതിന്റെ പ്രൗഢിയോട് തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് നദിയ നാരായണൻ എന്ന് പറയുന്ന കാതികയെ നമ്മുടെ സമൂഹത്തെ പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കാൻ ഇതിനോടൊപ്പം തന്നെ ജോലിയും കുടുംബവും ഒക്കെ നോക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ഉറച്ച മനസ്സുണ്ടെങ്കിൽ മറ്റൊരു സ്ത്രീക്ക് സാധിക്കും, ഏതൊരാൾക്കും സാധിക്കും എന്നതിന്റെ ഒരു മോഡലായിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സന്തോഷം, ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഭയങ്കര സന്തോഷമാണ്. ചില ആൾക്കാർക്കൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ മടുപ്പാന്നുണ്ടാവുക. ഇവിടെ വരുന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ സുഹൃത്താണ് ശ്രീനിവാസനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വിഷ് ചെയ്ത സമയത്ത് ഞാൻ കാണുന്ന സമയത്ത് വലിയ സന്തോഷത്തോടുകൂടി ജോലി ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. ജോലി നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തം, കർമ്മം അത് വളരെ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ ഒക്കെ നമ്മുടെ പുറകെ വരും. ഓക്കെ, സന്തോഷം, നമസ്കാരം. എന്തുകൊണ്ട് ശ്രീനിവാസന്റെ സുഹൃത്താണ്, നമ്മൾ ഒന്നിച്ചിട്ട് ഉണ്ടായ ആളാണ്. എന്താണ് നാദിയെ കുറിച്ച് പറയാനുള്ളത്? നദിയെ കുറിച്ച് പറയാന്ന് വെച്ചാല് ഞാൻ ഈ അടുത്ത കാലത്താണ് ഇവിടെ ജോയിൻ ചെയ്തത് ഈ സ്ഥാപനത്തിൽ. അപ്പൊ ഇവിടെ വന്ന സമയത്ത് തന്നെ പിന്നെ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷ പ്രവർത്തകനാണ്, നദിയും ഒരു വർഷ പ്രവർത്തകയാണ്. അപ്പൊ ആ ഒരു ഐക്യമാദ്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് കലയോട് വളരെയധികം താല്പര്യപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സംസാരിച്ചു വരുമ്പോഴാണ് നദിയുടെ ഈ കലാപ്രസംഗ കലയിലുള്ള നദിയുടെ താല്പര്യം. അപ്പം അങ്ങനെയാണ് എന്നുള്ളത് സംസാരം. പിന്നീട് ഞാൻ അന്വേഷിച്ചു ഈ നദിയെ കുറിച്ച്. അപ്പോഴാണ് അറിഞ്ഞത് ഇത് സത്യത്തിൽ എന്ന് പറഞ്ഞൊരു പുതിയാണ് കലാപ്രസംഗം. അപ്പോൾ ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും പഴയ ഈ കഥാപ്രസംഗത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് സാമ്പശികന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നദിയക്ക്. അപ്പോൾ വളരെ നല്ല ഒരു കലാകാരി കഥാപ്രസംഗത്തിൽ. ഈ കഥാപ്രസംഗത്തിൽ മാത്രമല്ല നദിയ പാചകം ലഭിച്ചിട്ടുള്ളത്. പയ്യന്നൂരിലത്തെ ആദ്യകാല ന്യൂസ് റീഡർമാരിൽ ഒരാളാണ് നദിയ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈബാണ്. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു കലാകാരി, നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു വർക്ക് ചെയ്യാൻ വേണ്ടി. അതായത് നദിയ ഒരു വളരെ, ഞാൻ തമാശ രൂപേണ ഈ പറയും ഒരു ലേഡി സാംബശിവനാണ് നദിയ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ മലബാറിൽ സത്യത്തിൽ ഈ സ്ത്രീകൾ കഥാപ്രസംഗ രംഗത്ത് വളരെ കുറവാണ്. സത്യത്തിൽ നദിയ എന്ന് പറഞ്ഞാൽ സത്യം മലബാറിനെ അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരു ഖാദികയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നദിയെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ജോലിയൊക്കെ പറയുക ചെയ്യുന്നുണ്ടോ? അല്ല, ഒരു കാര്യം, നദിയൊക്കെ അവാർഡ് കിട്ടണമെന്ന് നദിയോട് ചോദിക്കട്ടെ. അത് ചോദിക്കണ്ട. നദി ഈ മേഖലയിൽ എന്തെങ്കിലും അവാർഡ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും?
എനിക്ക് അംഗീകാരങ്ങൾ സംഗീത നാടക അക്കാദമിന്റെ യുവകാരികയ്ക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വർഷം കഥാപ്രസംഗ മേഖലയിൽ നിന്നതിന് നമ്മുടെ പണ്ഡിറ്റ് വാമന ഇൻസ്റ്റിറ്റ്യൂട്ട് ആർജിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനിടയിൽ വലിയൊരു അവാർഡ് എന്ന് പറയാനുള്ളത് പക്ഷെ എനിക്ക് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ഭോപ്പാലിൽ നിന്ന് ഡോക്ടർ അഞ്ജനാപുരി എന്ന് പറയുന്ന ഒരു PG എന്തോ കഥാപ്രസംഗ കലയിൽ എന്തോ ഡോക്ടറേറ്റ് അങ്ങനെ എന്തോ ഉള്ള ഡോക്ടർ അഞ്ജനാപുരി എന്ന് പറയും. അതെന്റെ കയ്യിലുണ്ട് അതിന്റെ വീഡിയോസ്. അവര് എന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് അത് ഒരു ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം വെച്ചാൽ ഒരു കഥാപ്രസംഗ കലയിൽ അതും നമ്മുടെ പയ്യന്നൂർ പോലെയുള്ള നാട്ടിലേക്ക് ഭോപ്പാലിൽ നിന്ന് ഒരാൾ അന്വേഷിച്ച് വരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമല്ലേ. അപ്പോ അവര് എന്തോ കഥാപ്രസംഗ കലയിൽ PhD എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പൊ നമ്മുടെ ഫോക്ലോറിന്റെ നാടൻ കല ജയരാജ് മാഷില്ലേ, മാഷുമായി ബന്ധപ്പെട്ട് ഇതില് നമ്മള് കാതിക അല്ലെങ്കിൽ കഥാപ്രാസംഗിക എന്നൊക്കെ പറയുന്നത് പോലെ അവര് കഥാഗായകനാക്കാൻ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അവരെ തേടി ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പൊ കഥാഗായികയെ തേടി ഡോക്ടർ അഞ്ജനാപുരി പയ്യന്നൂരിലെത്തി എന്നൊക്കെ പറഞ്ഞ വലിയൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നെറ്റ്വർക്കില്. അപ്പൊ അതും ഈ പറഞ്ഞ പുരസ്കാരങ്ങളെക്കാട്ടിലും വലുത് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ അതിനെയും കാണുന്നു. ശരിക്കും പറഞ്ഞാല് സന്തോഷം, വളരെ സന്തോഷം. പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കലാരംഗത്തും അതുപോലെ തന്നെ തൊഴിലിലും പിന്നെ സക്രിയമായി നിൽക്കാനും സന്തോഷത്തോടു കൂടിയിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞ് നമ്മുടെ ഈ കഥാപ്രസംഗ കലക്ക് സമ്പന്നമായ ഒരു ഭാവി വർത്തമാനവും ഭാവി ഉണ്ടാക്കി കൊടുക്കാനും അതോടൊപ്പം തന്നെ ഉന്നതമായ അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ തേടിയെത്താനും ഇടയാകട്ടെ എന്ന് പച്ചവെളിച്ചം ആശംസിക്കുകയാണ് നദിയ നാരായണനെ. വേറെ ഒന്നും പറയാനില്ലല്ലോ. ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ. നമുക്കും സന്തോഷം തന്നെയാണ്. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആളെ കാണുക തന്നെ ജീവിതത്തിൽ വലിയ സന്തോഷം തന്നെയാണ്. ഇതാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഏതായാലും ഈ വീഡിയോ അധികം നീട്ടുന്നില്ല. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.